നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ ഒട്ടനവധി ഇന്നോവകളും ഇന്നോവ ക്രിസ്റ്റകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ 10ഓളം ഇന്നോവകൾ തന്നെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും ഇന്നോവകളാണ്. എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു 10ഓളം ഇന്നോവകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നോവനെ പരിചയപ്പെടാം. ഫസ്റ്റ് 2013 ഇന്നോവയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2,08,000 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. G4 വേരിയന്റിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ അലോയി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അതുപോലെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റ് ആണ് കേട്ടോ. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. റൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. പ്രീ രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ് കേട്ടോ. ഇപ്പൊ അടുത്തതായിട്ട് 2012 മോഡൽ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ് കേട്ടോ. ഇത് നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ്. വി ഓപ്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് കേട്ടോ. 3rd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെയും കമ്പനി അലോയി കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയി കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതിൽ കമ്പനി ഇൻഫോർടൈൻമെന്റ് തന്നെയാണ് വരുന്നത്. കാരണം ഓൾറെഡി വി ഓപ്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ കമ്പനി ഇൻഫോർടൈൻമെന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. സിൽക്കി ഗോൾഡിൽ വരുന്ന ഈ ഒരു വാഹനം നമ്പറായ വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഫുൾ ഓപ്ഷൻ വരുന്നതിന് മറ്റൊരു വാഹനമാണ് പരിചയപ്പെടുത്തുന്നത്. 2012 മോഡൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. 1,47,000 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രീ രജിസ്ട്രേഷൻ വാഹനമാണ്. UP രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ടച്ചിൽ വരുന്ന ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു വി ഓപ്ഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ കമ്പനി ഇൻഫോർടൈൻമെന്റ് ആണ് വരിക എന്നുള്ളത്. കമ്പനി ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങൾ കമ്പനി അലോയി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു സിൽവർ ടച്ച് വരുന്ന ഒരു 2nd ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഗ്രേ കളറിൽ വരുന്ന 2016 മോഡൽ ഇന്നോവയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. UP രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഹനവും 2nd ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത്. 1,40,000 കിലോമീറ്റർ തന്നെയാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലും തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിലും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് കളറിൽ വരുന്ന 2014 മോഡൽ ഇന്നോവയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവ തന്നെയാണ് ഇത്. G4 വേരിയന്റ് ആണ് വരുന്നത്. 2 ലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയിട്ടുള്ളത്. 2nd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഇന്റീരിയറിൽ നല്ല
കിഡിലും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2013 മോഡൽ ഇന്നോവയാണ്. ഒരു സിൽക്കി ഗോൾഡ് കളറിൽ വരുന്ന ഒരു ഇന്നോവയാണ് കേട്ടോ. ബി ഓപ്ഷൻ ആണ് വരുന്നത്. ഒരു 87,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം നമ്മൾ നമ്പറാക്കാൻ കൊടുത്തിട്ടുള്ള വാഹനമാണ്. ഇത് നമ്പറായ വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. എക്സ്ട്രാ സീറ്റ് കവറും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അടുത്തതായിട്ട് 2012 മോഡൽ 13 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഗ്രേ കളറാണ് കേട്ടോ. ഈ ഒരു വാഹനം കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല, അത് ഓൾറെഡി ബുക്കിംഗ് ആയതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. 8 സീറ്റർ വരുന്ന ഒരു വാഹനം കൂടിയായിരുന്നു. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. 2012 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. സിൽക്കി ഗോൾഡ് കളറിൽ വരുന്ന വാഹനമാണ്. 2,65,000 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണെന്ന് ഒന്നും കൂടി എടുത്ത് പറയാണ് കേട്ടോ. ഒറിജിനൽ കേരള രജിസ്ട്രേഷന് വരുന്ന വാഹനമാണ്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. വി ഓപ്ഷൻ ആണ് കേട്ടോ വരുന്നത്. അടുത്തത് G4 വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 2014 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 2,67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം തന്നെയാണ്. തെലങ്കാന രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. എല്ലാ റീവണ്ടികളും നമ്മൾ നമ്പർ ആക്കി കൊടുക്കും കേട്ടോ. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2012 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേറെയും ഒരുപാട് ഇന്നോവകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും ഇന്നോവകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. വേറെയും ഇന്നോവകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓൾറെഡി എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് വെറും 99 ദിവസത്തെ ഗിവ് അവേ. അതായത് 99 ദിവസം കൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന് 300K ഫോളോവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെൻസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ 300K ഫോളോവേഴ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ 2 ലക്ഷം രൂപയുടെ ഏത് കാറും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന്റെ റൂള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോക്ക് താഴെ 3 പേരെ മെൻഷൻ ചെയ്യേണ്ട കേട്ടോ. വേറെ ഏത് വീഡിയോക്ക് താഴെ നിങ്ങൾ 3 പേരെ മെൻഷൻ ചെയ്തിട്ടും കാര്യമല്ല. കാരണം നമ്മൾ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ അതിന്റെ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു വീഡിയോക്ക് താഴെയുള്ള കമന്റുകളാണ് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു വീഡിയോക്ക് താഴെ തന്നെ കമന്റ് മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കട്ടോ. അപ്പൊ റൂള് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒന്നും കൂടെ ഒന്ന് പറയാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്, അതായത് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആസാദ് തമ്പനങ്ങാടി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോക്ക് താഴെ ഒരു 3 പേരെ മെൻഷൻ ചെയ്യുകയും ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂള്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാട്ടോ. നിങ്ങളായിരിക്കാം അടുത്ത ഭാഗ്യം.
അപ്പൊ ഇത്രയും ഇന്നോവകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് ഇന്നോവകളുടെ കളക്ഷൻസും അതുപോലെ ഇന്നോവ ക്രിസ്റ്റയുടെ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താങ്ക് യു ഓൾ.